മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നിനക്കൊരു ബിരിയാണി കഴിക്കണം ആഗ്രഹം വന്നു, ഭയങ്കര ആഗ്രഹം. അപ്പോൾ നിനക്ക് എന്താ, നിൻ്റെ ഒരു പൈസ ഉണ്ട്, നീ പോയിട്ട് കടയിൽ പോയി ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞു. അവിടെ നീ ഈ ബിരിയാണിക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് നീ ആ ഹാപ്പിനെസ് വാങ്ങുകയാണ്, മണി കൊടുത്ത് വാങ്ങിയിട്ട് നീ അത് ആസ്വദിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് ചോദിക്കാം, അപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ സംതൃപ്തി കിട്ടുന്നുള്ളതെന്ന്. അത് ടെമ്പററിയാണ്, അത് നിനക്ക് സംതൃപ്തിയില്ല തരണം. വീണ്ടും നിനക്ക് വിശക്കുമ്പോൾ വീണ്ടും നീ കാശ് സന്തോഷം വാങ്ങണം. നമുക്ക് ചെറുപ്പം മുതൽ ഒരു ആഗ്രഹമാണ് കാറ് വാങ്ങണം എന്നുണ്ട്. ആ കാറ് നിനക്ക് വലുതായിട്ട് വാങ്ങിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ലോൺ എടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിനക്ക് പണക്കാരനായിട്ട് വാങ്ങിക്കാം. ഈ ലോൺ എടുത്ത് വാങ്ങിക്കുന്നത് അപ്പം നിനക്കൊരു ഹാപ്പിനെസ് കിട്ടും, അത് പുതിയതായിട്ടൊരു കാറ് വന്നു, അതിൽ നിനക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ലോൺ അടച്ച് തീർക്കണം എന്നുള്ള വിഷമം അതിന് കയറി വരികയാണ്. അപ്പോൾ നേരത്തെ ഹാപ്പിനെസ് ടെമ്പററിയാണ്, അതേപോലെ ലോൺ അടച്ച് തീരുന്ന വരെയുള്ള സങ്കടം ടെമ്പററിയാണ്. ലാസ്റ്റ് കാറ് നല്ല സ്വന്തമായി കഴിയുമ്പോൾ മാത്രമേ അത് നോർമലിലേക്ക് വരുന്നുള്ളൂ. ഇതേ സാധനം നമ്മൾ പണക്കാരനായിട്ട് കാറ് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്ത് നമ്മൾ റിച്ചായിട്ട് നമ്മളൊരു കാര്യം വാങ്ങുകയാണ്. പക്ഷേ അത് നിനക്ക് സംതൃപ്തിയാണ് തരുന്നത്, അതായത് കണ്ടൻമെൻറ്റുമാണ് സംതൃപ്തി. അതായത് നീ നിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് അത് ഫിക്സഡ് ആയിട്ട് വെച്ചു, ആ സന്തോഷം നിനക്ക് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് സംതൃപ്തി. എന്താണ് സംതൃപ്തി? ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ? നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ വളർത്തിയെടുത്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് റിയൽ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഓടുമ്പോഴാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഈ ടെമ്പററി ഹാപ്പിനെസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഫുൾഫിൽമെൻ്റ് ഒക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ.